പഞ്ച് ബ്രേക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ പനീർ മസാല. ബട്ടർ പനീർ കൊണ്ടും ഉണ്ടാക്കാം, ഇത് ചിക്കനും കൊണ്ടും ഉണ്ടാക്കാം. ഓക്കെ, ഇത് പനീർ, ഒരു കവർ പനീർ നമുക്കിങ്ങനെ ക്യൂബ്സായിട്ട് കവറിൽ മേടിക്കാൻ കിട്ടും. ഒരു കവറിൻ്റെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിനെ നമ്മൾ ഇത് മിൽക്കി മിസ്റ്റിൻ്റെയാണ്, അതേപോലെ വേറെ കമ്പനികളുടെ ഒക്കെ കിട്ടും, ക്യൂബ്സായിട്ട് കിട്ടും. അതിന് ഒരു 4 സവോള കൊത്തി അരിഞ്ഞത്, 3 തക്കാളി, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് അടിച്ചത്, 10 കാഷ്യൂനട്ട്, 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് മിക്സിയിൽ അടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ഒരു 7 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത് കസ്തൂരി മേത്തി, ഇത് കടയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് 1 ടേബിൾ സ്പൂൺ. ഇതാണ് ഇതിന് മണം കൊടുക്കുന്നത്. ഇത് നമ്മളെല്ലാത്തിനും കടുകാണ് താളിക്കാറുള്ളത്. പക്ഷേ ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ, വെളിച്ചെണ്ണയല്ല, ബ്രാൻഡ് ഓയിലോ വേറെ ഏതെങ്കിലും എണ്ണയാണ് ഇതിന് നല്ല. നോർത്ത് ഇന്ത്യൻ ഡിഷിന് വെളിച്ചെണ്ണയല്ല, ബാക്കിയുള്ള സൺഫ്ലവർ ഓയിലോ ബ്രാൻഡ് ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ ഒക്കെയാണ് നല്ലത്. അതിൽ കടുക് പൊട്ടിക്കാനായിട്ടുള്ള ജീരകം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പനീർ നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്, ചെറുതായിട്ട്. ഓക്കെ, എണ്ണയോടൊപ്പം 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കുന്നുണ്ട്. നമ്മൾ പാത്രം വെച്ച് റൈസ് ബ്രാൻഡ് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ജീരകം ആദ്യം ഇട്ടു. അതൊന്ന് മൂക്കുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 4 സവോള, അതിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിടുകയാണ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമില്ല. ഇതൊന്ന് വഴന്നിട്ട് കേട്ടോ. ഒരു കണ്ണാടി പരുവം സവോളയ്ക്ക് ആയപ്പോഴത്തേന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ പച്ചമണം നല്ലതായിട്ട് പോണം. നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. നോക്കിക്കേ, ഇപ്പം നല്ലപോലെ ചെറിയ ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. സവോള, ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 3/4 സ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മുളക്, ഒത്തിരി വേണ്ട, വടിച്ച് 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. നിരത്തിയിട്ട് കൊടുക്കണേ. മസാലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. കളർ നിങ്ങൾക്ക് കാണാമല്ലോ, ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ട്. ഇനി 3 തക്കാളി നമ്മുടെ കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ അടിച്ചത് ഒഴിച്ച്, ഇതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേരുവേ. ഇതിൻ്റെ അകത്ത് വേണം ഈ അരപ്പ് വേവാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. അപ്പം തക്കാളി ഒഴിച്ച ഒരു 20 മിനിറ്റ്, ഇല്ല 10 മിനിറ്റ് മതി. 10 മിനിറ്റ് തീ കുറച്ച് തന്നെ ഇട്ട് അതിൻ്റെ പച്ചമണം എല്ലാം പോയി. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിക്കാം അതിലേക്ക്. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെട്ടി തിളക്കട്ടെ.
തീ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒന്ന് വെട്ടി തിളച്ചോട്ടെ, എന്നാലേ നമുക്ക് പനീർ ഇതിലേക്ക് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് കാണാമല്ലോ നല്ലതായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീർ ഇട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി അത് അടച്ചു വെച്ചൊന്ന് വേവട്ടെ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വെട്ടി തിളച്ച് ചാറൊക്കെ പറ്റിയിട്ടുണ്ട്. പനീർ നല്ലപോലെ വെന്തു. ഇപ്പം ഒന്ന് നോക്കിയേക്കണേ. അപ്പം ഓക്കെ ഓക്കെ. ഈ കസ്തൂരി മേത്തി, ഇതിൻ്റെ കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ 2 പിഞ്ച്. അത്രയും മതിയേ. അത് ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കാഷ്യൂനട്ട് 1/2 ഗ്ലാസ് പാലിൽ അടിച്ചു വെച്ചേക്കുന്നത് ഒഴിച്ച് ഒന്നിളക്കി തിളയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം. കണ്ടോ, കളറൊക്കെ മാറി നല്ല കട്ടിയാണ്. ഇത് കാഷ്യൂനട്ട് പേസ്റ്റ് അങ്ങോട്ട് ചേർക്കുമ്പോഴത്തേന് നല്ല ചാറ് നല്ല കുറുകി നല്ല ഇതി വരും. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഹോട്ടലിൽ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റിൽ നോർത്ത് ഇന്ത്യൻ പനീർ ബട്ടർ മസാല റെഡി.